ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം മാത്രമല്ല, 3 ശരീരമുണ്ട്. അതിൽ പ്രത്യക്ഷത്തിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നതും പഞ്ചഭൂത നിർമ്മിതവുമായതാണ് ഈ അസ്ഥി, മജ്ജ, മാംസം, രക്തം, ത്വക്ക് എന്നിവയാൽ നിർമ്മിതമായ ഈ ശരീരം. എല്ലാ ജീവികളുടെയും ശരീരം ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ 5 ഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂതം എന്നാൽ ഭവിച്ചത് എന്നാണ് അർത്ഥം, ഉണ്ടായത്. ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നും ഈ ഉണ്ടായവയാണ് ഈ 5 എണ്ണം. ആ 5 എണ്ണം കൊണ്ട് പരസ്പരം കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചവയാണ് എല്ലാ ശരീരങ്ങളും, സർവ സൃഷ്ടിയും. അതാണ് സൃഷ്ടിയും നീയേ, സൃഷ്ടാവും നീയേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. സൃഷ്ടിയായിരിക്കുന്ന സൃഷ്ടാവും അതുപോലെ ആ സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ജീവനും. സൃഷ്ടാവാണ് സർവേശ്വരൻ, ആ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട ജീവനും. ഈ ജീവന് ആധാരമായിരിക്കുന്ന ജീവന് നിലനിൽപ്പിന് വേണ്ടി, കർമ്മവാസനകൾ അനുഭവിക്കാൻ വേണ്ടി സൃഷ്ടിക്കുള്ള സാമഗ്രി പഞ്ചഭൂതങ്ങളായതും, സൃഷ്ടിക്കുള്ള സാമഗ്രി എന്താണ്? ഈ 5 ഭൂതങ്ങൾ. അതുണ്ടായതും അതിൽ നിന്ന്. സൃഷ്ടവും സൃഷ്ടിയും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഒന്ന് തന്നെയാണ്. ആ ഒന്ന് തന്നെയാണ് ഇവിടെ 3ആയി നമ്മൾ കാണുന്നത്. 3 ഏതാ? ഒന്ന് സൃഷ്ടാവ്, മറ്റത് സൃഷ്ടിജാലങ്ങൾ, പിന്നെ സൃഷ്ടിക്കുള്ള സാമഗ്രികൾ. അതേപോലെ നമുക്ക് 3 ശരീരമുണ്ട്. ഒന്ന് ഈ പുറമേ കാണുന്ന ഈ സ്ഥൂല ശരീരം എന്ന് പറയും. ഈ സ്ഥൂല ശരീരത്തെ ചൈതന്യവത്താക്കുന്ന ഒരു ശക്തിവിശേഷം ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നു, അടി മുതൽ മുടി വരെ. ആ ഒരു ശക്തിയാണ് മനസ്സ്. മനസ്സിന് വേണ്ട തിരിച്ചറിവ് കൊടുക്കുന്ന ശക്തിക്കാണ് ബുദ്ധി എന്ന് പറയുന്നത്. പിന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഒരേപോലെ ഈ പഞ്ചഭൂതങ്ങളുമായി തമ്മിൽ ബന്ധിപ്പിച്ച് നിലനിർത്തുന്നതാണ് പ്രാണൻ എന്ന് പറയുന്നത്. അപ്പം മനസ്സ്, ബുദ്ധി, പ്രാണൻ, ഇത് 3ഉം ചേർന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. അതിൽ ഏറ്റവും സൂക്ഷ്മമാണ് ബുദ്ധി. ആ ബുദ്ധിയിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിൽ ചലിച്ചപ്പോഴാണ് മനസ്സായി രൂപാന്തരപ്പെട്ടത്. മനസ്സായി മാറിയപ്പോൾ അത് സങ്കല്പങ്ങളെ കൊണ്ട് നിറഞ്ഞതായി. ബുദ്ധിയാകുമ്പോഴോ അതിൻ്റേത് വിവേകമാണ്, തിരിച്ചറിവാണ്. മനോതലത്തിലെത്തുമ്പോൾ അത് സങ്കല്പങ്ങളായി, വികാരങ്ങളായി. അത് ഇന്ദ്രിയ തലത്തിൽ ബഹിർഗമിക്കുമ്പോൾ സങ്കല്പങ്ങളൊക്കെ വികാരമാകുന്നു. വികാരമെന്നാൽ ഇഷ്ടം, അനിഷ്ടം, വേണ്ടത്, വേണ്ടാത്തത് മുതലായ ദ്വന്ദ്ങ്ങളായി പിരിയുന്നതാണ് വികാരങ്ങൾ. അങ്ങനെ മനസ്സ്, ബുദ്ധി, പ്രാണൻ, ഈ 3നും ഉള്ള പേരാണ് സൂക്ഷ്മ ശരീരം. അത് ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർഗമിച്ച് കഴിയുമ്പോൾ പലതും നമ്മൾ ഓർമ്മിക്കാനുള്ള കഴിവാണ് ബുദ്ധിക്കുള്ളത്. ആ ബുദ്ധിയിൽ സംഭരിച്ചു വയ്ക്കുന്നു. നമ്മുടെ ബോധമണ്ഡലത്തിൽ കണ്ടതും ഇന്നലെ കണ്ടത് ഇന്ന് നമുക്ക് ഓർമ്മയില്ലേ? ചെറിയ കുട്ടിയാകുമ്പോൾ എന്തെല്ലാം നമ്മൾ കണ്ടു, കേട്ടു. അച്ഛൻ അടിച്ചതും, അമ്മ ലാളിച്ചതും, അമ്മ ഒഴിഞ്ഞു തന്നതും എല്ലാം നമുക്കിപ്പോഴും ഓർക്കാൻ കാരണം അത് നമ്മുടെ
ആ ബോധമണ്ഡലത്തിൽ പതിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഈ പലതും പതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ. മനസ്സിനെയും ബുദ്ധിയെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിനെയും ബുദ്ധിയെയും ശരീരവുമായി ബന്ധിപ്പിച്ച് ഇവയെ എല്ലാം പഞ്ചഭൂതങ്ങളെയും മനോബുദ്ധ്യാദികളെയും ഒരേപോലെ പ്രവർത്തിപ്പിക്കുന്നത്, നിലനിർത്തുന്നതാണ് പ്രാണൻ. ഇത് മൂന്നും സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. ഇനി ഇതിനപ്പുറം കാരണശരീരം എന്ന ഒന്നുണ്ട്. അപ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. ഇതാണ് ഇവിടെ ഈ ഒരു മൂന്നു ദേഹത്തിനും സത്താസ്ഫൂർത്തിയേകുന്ന സാക്ഷിയാം ബ്രഹ്മം താനെന്നറിഞ്ഞിട്ടോ മോഹമില്ലാതെയാക്കണം. അതാണ് നമ്മൾ മൂന്നു ദേഹത്തിനും സത്ത, മൂന്ന് ദേഹത്തിനും സത്താസ്ഫൂർത്തിയേകുന്ന സാക്ഷിയാം, ഈ മൂന്ന് ശരീരത്തെയും നിലനിർത്തുന്നത്, അതിനെയൊക്കെ സ്ഫുരിപ്പിക്കുന്നത് ബ്രഹ്മം താനെന്നറിഞ്ഞിട്ട് മോഹമില്ലാതെയാക്കണം. ഇതിനെ മൂന്നിനെയും ഒരേപോലെ നിലനിർത്തുന്നത് ആ ബ്രഹ്മം എന്ന ആ സർവ ഈശ്വര ശക്തിയാണ് എന്നറിഞ്ഞ് നമ്മൾ ഇവയിലൊന്നും അതിയായ മോഹം വെക്കേണ്ട, ഇവയെല്ലാം അനിത്യവും ക്ഷണികവും സ്വപ്ന സമാനവുമാണ് എന്ന് നാം ബോധിക്കണം. ഈ ബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അതിനാൽ ഈ സുഭാഷിതം ഒന്നുകൂടി നമ്മൾക്ക് ചിന്തയ്ക്ക് വിധേയമാകണം. മൂന്നു ദേഹത്തിനും സത്താ സ്ഫൂർത്തിയായേകുന്ന സാക്ഷിയാം, ഈ മൂന്ന് ശരീരത്തിനും സാക്ഷിയായിരിക്കുന്നത്, മൂന്ന് ശരീരത്തിൽ പ്രവേശിച്ച് മൂന്നിനെയും പ്രവർത്തിപ്പിക്കുന്ന, അതായത് ഇതിനെല്ലാം സാക്ഷിയായി വർത്തിക്കുന്ന ബ്രഹ്മം താനെന്നറിഞ്ഞിടൂ. അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. കാരണശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും ഈ സ്ഥൂല ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നത്, ഇതിനെല്ലാം മൂന്നിനും സാക്ഷിയായിരിക്കുന്നതും അത് തന്നെ. ഒരേ ജീവൻ തന്നെയാണ് മൂന്ന് ശരീരത്തിൽ മൂന്ന് പേരിൽ അറിയപ്പെടുന്നത്. ഈ സ്ഥൂല ശരീരത്തിൽ ഈ ഞാനെന്ന് പറയുന്ന ശക്തി വിശേഷം ഈ സ്ഥൂല ശരീരത്തിലിരിക്കുമ്പോൾ ഈ ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ അതിന് വിശ്വൻ എന്ന് പറയുന്നു. ഇതൊരു വ്യക്തിയുടെ അവസ്ഥയാണ്. ഇനി അത് ഈ എപ്പോഴും നമുക്ക് ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയില്ല. രാത്രിയായാൽ നമ്മൾ ഉൾവലിയുന്നു, പുറമേയുള്ള ദൃഷ്ടികൾ കണ്ണുകൾ അടയുന്നു, പേശികളുടെ പ്രവർത്തനം നിലയ്ക്കുന്നു, പേശിയുടെ ബലം കുറയുന്നു, കഴുത്തെല്ലാം ഒടിയുന്നു, കയ്യിലൊരു സാധനമുണ്ടെങ്കിൽ അത് താഴെ വീണു പോകുന്നു. അപ്പം എന്തോ ഇതിനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തി ഏതോ ഉൾവലിയുന്ന അവസ്ഥയാണ്. നാം ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ബാഹ്യമായ ലോകത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒഴുക്ക് നിലച്ച് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, മനസ്സും ബുദ്ധിയിലേക്കും പ്രാണനിലേക്കും പ്രവേശിക്കുന്നു. അവിടെ പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ അവിടെ മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിലൂടെ ആ ബോധം സഞ്ചരിക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നം നമ്മൾ കാണുന്ന സമയത്ത് ഈ നമ്മൾ വീട്ടിൽ കട്ടിലിലാണ് ഉറങ്ങുന്നത്, വാതിലടച്ചിരിക്കുന്നു എന്നതൊന്നും നമുക്കപ്പോൾ ഓർമ്മയില്ല. സ്ഥൂല ശരീരത്തിൻ്റെ ബോധമേ അപ്പോഴില്ല. അപ്പോൾ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ അവിടെ നമുക്കൊരു ശരീരമുണ്ട്. ആ ശരീരത്തിലിരുന്ന് ആ കണ്ടതും കേട്ടതും നമ്മൾ അനുഭവിക്കുന്നു. ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചവ അനുഭവിക്കുന്നു. അതും കഴിഞ്ഞ് നാം മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു. അതിനാണ് സുഷുപ്തി എന്ന് പറയുന്നത്. ഈ സ്വപ്നാവസ്ഥ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവനുള്ള പേരാണ് തൈജസൻ എന്ന്. വിശ്വത്തെ അറിഞ്ഞ് സ്ഥൂല ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വിശ്വത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വനെന്നും, സൂക്ഷ്മ ശരീരത്തിലേക്ക് ആണ്ടിറങ്ങി
സൂക്ഷ്മ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ തൈജസൻ എന്നും പറയുന്നു. ഇത് രണ്ടും വിട്ട് സുഷുപ്തിയിലേക്ക് കാരണ ശരീരത്തിൽ നമ്മൾ ലയം പ്രാപിക്കുമ്പോൾ ആ ജീവനെ പ്രാജ്ഞൻ എന്ന് പറയുന്നു. അപ്പം വിശ്വനെന്നും തൈജസനെന്നും പ്രാജ്ഞനെന്നും പേരുള്ള മൂന്നും വാസ്തവത്തിൽ ഒരാൾ തന്നെയാണ്. ഇതിനെല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ പരം പൊരുൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് മൂന്നും മൂന്നല്ല, വിശ്വനും അതുപോലെ തൈജസനും പ്രാജ്ഞനും മൂന്നവസ്ഥയിലുള്ള ജീവന് മൂന്ന് പേര് പറയപ്പെടുന്നു. ഇത് മൂന്നിനും സാക്ഷിയായിരിക്കുന്നതാണ് ഈശ്വരൻ. ആ അവസ്ഥയ്ക്ക് തുര്യാവസ്ഥ എന്ന് പറയുന്നു. തുര്യാവസ്ഥയിൽ വർത്തിക്കുന്ന ആ പരമ്പൊരുൾ തന്നെയാണ് പ്രാജ്ഞനായി സുഷുപ്തിയിലും, അതുപോലെ തൈജസനായി സ്വപ്നത്തിലും, വിശ്വനായി ജാഗ്രത അവസ്ഥയിലും വർത്തിക്കുന്നത്. ഇതെല്ലാം ഇതിനും ഒക്കെ എല്ലാത്തിനും സാക്ഷി മാത്രമായിരിക്കുന്നത് ആ ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് ഇവയിലുള്ള മോഹത്തെ ഉപേക്ഷിക്കൂ. ഇതാണ് നാം ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ.